ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കൊച്ചിയിൽ കസ്റ്റംസ് 2 ആഡംബര വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തു. 2 ടൊയോട്ട ലാൻഡ് ക്രൂയിസറുകളാണ് പിടിച്ചെടുത്തത്. കേരളത്തിന് പുറത്തുനിന്നാണ് ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്ന് കസ്റ്റംസ് അറിയിച്ചു. ഷുക്കൂർ വിശദാംശങ്ങളുമായി. ഷുക്കൂർ, ഈ വാഹനങ്ങൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ഈ ഓപ്പറേഷൻ നുംഖോർ ഇപ്പോഴും എങ്ങനെയൊക്കെയാണ് തുടരുന്നത്? സൈഫുദ്ദീൻ, ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ, ഹൈ എൻഡ് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയ സംഭവമാണ്. അത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖോർ. അതിന്റെ ഭാഗമായി ഇതിനകം സംസ്ഥാനത്തെ കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ 60 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതിൽ ഇന്നിപ്പോൾ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തതാണ് ഈ വാർത്ത. കർണാടകയിൽ നിന്നാണ് ഈ 2 ലാൻഡ് ക്രൂയിസറുകൾ കണ്ടെത്തിയത് എന്നാണ് കസ്റ്റംസ് അറിയിക്കുന്നത്. ഇതിനകം തന്നെ 60 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. കേരളത്തിലുള്ള പല പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ, ദുൽഖർ സൽമാൻ അടക്കമുള്ള നടന്മാർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാൻ ഇതിനകം 4 വാഹനങ്ങളാണ് കൈവശം വെച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ കയ്യിൽ വാഹനങ്ങളുണ്ട് എന്നാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. അദ്ദേഹത്തോട് വീണ്ടും ഹാജരാവാൻ കൂടി കസ്റ്റംസ് അടുത്ത ദിവസം തന്നെ നിർദ്ദേശിക്കുമെന്നാണ് അറിയുന്നത്. അതിനിടെയാണ് ഇപ്പോൾ 2 വാഹനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കസ്റ്റംസ് നൽകുന്നില്ല. ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്കായി കസ്റ്റംസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നിപ്പോൾ കർണാടകത്തിൽ നിന്നും 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, MK ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.